ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗം എടുത്ത് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. പരിസയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ചോദ്യത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയും ഭാര്യ ഒന്ന് ഒഴിവാക്കിയെടുക്കണം, എങ്ങനെയും ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അതാണ് ചിന്ത. ചില മനുഷ്യരുടെ ചിന്ത അതാണ്, എങ്ങനെ ഈ ഭാര്യ ഒന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്ത് പർദീസായിൽ നിന്നവർ പുറത്തുപോയി. പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു, ആദത്തിന് ഭാര്യ നഷ്ടപ്പെട്ടില്ല എന്നോർത്തോണം. അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് സുഖമായി ജീവിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നാണ് ഇനി പറഞ്ഞു വരാൻ പോകുന്ന തിരുവചനം. അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താനായിട്ട് പറ്റുകയില്ല. ഷാലോം മാസികയിൽ ബെന്നിസാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരാർട്ടിക്കിൾ എഴുതിയ കാര്യം ഞാൻ ഓർക്കുകയാണ്. ദൈവമാണോ നമ്മളെ യോജിപ്പിച്ചത്? ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നത്. ദൈവമാണോ യോജിപ്പിച്ചത്? സമ്പത്ത് ചില ആളുകളെ യോജിപ്പിക്കുന്നു, ജോലി ചില ആളുകളെ യോജിപ്പിക്കുന്നു. വിദേശത്ത് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം വിവാഹം കഴിക്കുന്ന ആളുകൾ വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ എത്രയെത്ര ആളുകൾ. ഇപ്പം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു കുടുംബത്തിൽ 4 മക്കൾ. അതിൽ ഇളയ മകൻ മന്ദബുദ്ധിയെ പോലെയാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെത്തി. മന്ദബുദ്ധിയാണെങ്കിലും ഭയങ്കര പ്രാർത്ഥന, ഭക്തി, ദൈവത്തോട് ചേരുന്നു. ഈ ഭാര്യയെ ഭയങ്കര സ്നേഹം. ഈ സഹോദരിയുടെ അമ്മായിയപ്പനും അമ്മായിയും, അതായത് ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയും പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഇവൻ ഒരു കഴിവുമില്ല. അവരെല്ലാവരും ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട്, മദ്യഷാപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ പണം ഉണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ട്. ഇവന് കൊടുത്ത സ്വത്തല്ലാതെ, അതുകൊണ്ട് ജീവിക്കുകയല്ലാതെ ഇവനൊന്നും സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് ഇവനുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവൾ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അവളൊന്നും പറയുന്നില്ല. പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞു, അങ്ങനെ കഴിവില്ലാത്ത അവൻ്റെ കൂടെ നീ ജീവിക്കണ്ട, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അങ്ങനെ വിമോചനത്തിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവള് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കഴുത്തെ താലി വെച്ചത് ഇന്നയാളാണ്, അതുകൊണ്ട് എനിക്ക് വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അവസാനം പ്രശ്നമായി ഡിവൈനിലെത്തി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ നിലപാട് നല്ലത് തന്നെയാണ്. അപ്പനും അമ്മയും പറയുന്നത് അവനൊരു മാനസിക രോഗിയാണ്, അവനൊരു കഴിവില്ലാത്ത ആളാണ്, അതുകൊണ്ട് അവനുമായിട്ട് എൻ്റെ മകൾ ജീവിച്ചാൽ ഇവൾക്കൊരു വിജയം കിട്ടുകയില്ല. എന്താണ് ഉദ്ദേശിക്കുന്ന വിജയം? കുറേ സമ്പത്തുണ്ടാക്കുന്നതിലാണോ വിജയം? കുറേ പണം ഉണ്ടാക്കുന്നതിലാണോ വിജയം? എവിടെയാണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത്?
ക്രിസ്തുവിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥനയിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? അഭിഷേകത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവാശ്രയത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിലൊന്നും വിജയിക്കാൻ പറ്റാതെ വേറെ പല കാര്യത്തിൽ വിജയിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ആ സഹോദരിയുടെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളുടെ മകൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ നല്ലതാണ്. ബ്രദറോട് സംസാരിച്ച് അവളുടെ മനസ്സിൽ നിന്ന് അവനെക്കുറിച്ചുള്ള ആഗ്രഹം തന്നെ എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബ്രദർ ഇപ്പം മകൾക്ക് സപ്പോർട്ട് ചെയ്യുവാണോ? എനിക്ക് അവളുടെ പക്ഷത്ത് നിൽക്കാതിരിക്കാൻ പറ്റുകയില്ല. ഏതായാലും ഞാൻ തീർത്തു പറഞ്ഞു. അവരതിനോട് സഹകരിക്കാൻ തയ്യാറായി. അവർ തിരിച്ചുപോയി ജീവിതം ആരംഭിച്ചു. കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോയി. ഇവർ രണ്ടുപേരും നന്നായിട്ട് അടിക്കടി അങ്ങ് ഉയർന്നു. മറ്റവരുടെ പണമെന്ന് പറയുന്നത് ബ്ലേഡ് കമ്പനി നടത്തിയും കള്ളച്ചാരായം വിറ്റും ബ്രാൻഡി കച്ചവടം നടത്തിയും വിറ്റുണ്ടാക്കിയ പണമാണ്. തിന്മയിലൂടെ ഉണ്ടാക്കുന്നതൊന്നും നിലനിൽക്കുകയില്ല. അത് കുറേ കഴിയുമ്പോൾ നശിച്ചു പോകും. അതെല്ലാം അങ്ങ് നശിച്ചു പോയി. അത് മുഴുവനും തകർന്നുപോയി. ഇപ്പോൾ ഒരു കഴിവുമില്ല എന്ന് പറയുന്ന, മന്ദബുദ്ധിയാന്ന് പറയുന്ന ഈ വ്യക്തിയോടാണ് ചേട്ടന്മാരൊക്കെ ഇപ്പോൾ ആലോചന ചോദിക്കുന്നത്. ഇപ്പോഴാ കുടുംബത്തിൽ ആ ഭാര്യ, ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി, ഈ മന്ദബുദ്ധിയായ ഈ മനുഷ്യൻ്റെ ഭാര്യ, മന്ദബുദ്ധിയൊന്നും തീർത്ത് പറയാനൊന്നും ഇല്ല, അങ്ങനെ കുഴപ്പമുള്ള ആളൊന്നുമല്ല. ഇവർ പറയുന്ന പണം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾ മന്ദബുദ്ധിയാണെന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു രോഗമോ അങ്ങനെ ശരിയായിട്ട് ജന്മനാ മന്ദബുദ്ധിയായിട്ട് ജീവിച്ചതോ വളരുന്ന ഒരാളല്ലത്. കഴിവില്ലാത്ത, പണമുണ്ടാക്കാൻ ശേഷിയില്ലാത്തവൻ മന്ദബുദ്ധിയാണെന്ന് ഇവർ പറയുന്നതാണ്. പക്ഷേ ഇവർ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നത്, ഈ ഭാര്യയും ഭർത്താവും. എന്തായാലും ഇപ്പോഴാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് ഇവരുടെ അടുത്താണ് വരുന്നത്. ഇവരിപ്പോഴാ വീട്ടിലെ പ്രധാനപ്പെട്ട ആളുകളായി തീർന്നിരിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മാതാപിതാക്കന്മാരോ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ വേർതിരിക്കാൻ പോയേക്കരുത്. ദൈവമാണ് അവരെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും അവരങ്ങ് ഒരുമിച്ച് പൊക്കോളും. അവർക്കൊരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റും. അവരൊരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. കാരണം അവർ തമ്മിൽ വളരാൻ ദൈവം ഒരു അഭിഷേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ലയൻ ലാദൻ എന്നു പേരായ 2 സ്ത്രീകൾ 28 വർഷം അവരൊരുമിച്ച് ജീവിച്ചു. അവരുടെ തല ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അവർക്കൊന്ന് കുളിക്കണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, തല അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. എന്നാലും 28 വർഷം അവർ ജീവിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും കണ്ട് വളരെ സന്തോഷത്തോടെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ആരോ ഒരാൾ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ നടത്തി നിങ്ങൾ 2ആയി മാറിയാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമല്ലോ. അങ്ങനെ ആരുടെയോ ഉപദേശം കേട്ടുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷെ വിജയിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ മരിച്ചു പോയെന്ന് വരാം. ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തണം. അതാണ് അവരുടെ നിർബന്ധം. അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങി ഓപ്പറേഷൻ നടത്തി. തല 2ആയി വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ 2 വ്യക്തികളായി തീർന്നു എന്നുള്ള കാര്യം ശരിയാണ്. ബ്ലഡ് നിന്നില്ല. ആദ്യം ഒരാൾ മരിച്ചു, കുറേ കഴിഞ്ഞപ്പം അടുത്തയാൾ മരിച്ചു. 2ഉം ശവമായി മാറിയിരിക്കുന്നു. അവരൊരുമിച്ച് ജീവിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജീവനുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയും ഭർത്താവും ചില ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവനുണ്ട്. വേർതിരിഞ്ഞു കഴിഞ്ഞാലോ, വേർപെട്ടാലോ, ദൈവം യോജിപ്പിച്ച് നമ്മൾ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ശവമായി മാറുന്നു. ശവമായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയത്തോടെ നമ്മളെ കാണുന്നു. കുറേ കൂടെ കഴിയുമ്പോൾ ശവം അങ്ങ് അഴുകാൻ തുടങ്ങുന്നു. അങ്ങനെ ദുർഗന്ധം പരത്തുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറുന്നു. മറ്റുള്ളവർക്ക് ദുർഗന്ധം പരത്തുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറും. അങ്ങനെ തകർന്നു പോകും നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും വേർപിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇവിടെ യഹൂദന്മാർ വന്ന് ചോദിക്കുന്നത്, പരിസേയർ വന്ന് ചോദിക്കുന്നത്, ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിക്കുക നിയമാനുസൃതമാണോ? അതിന് മറുപടി കർത്താവ് പറഞ്ഞത്,
എങ്ങനെയാണ്? ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. ദൈവമാണ് കൂട്ടിയോജിപ്പിച്ചത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ദൈവമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദൈവമാണ് എനിക്ക് ജീവിത പങ്കാളിയെ തന്നത്. അങ്ങനെ ദൈവം ജീവിത പങ്കാളിയെ തന്ന് ദേവാലയത്തിൽ വെച്ച് വിവാഹം ആശീർവദിക്കപ്പെട്ട് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ആ വിവാഹത്തെക്കുറിച്ചോ ആ വ്യക്തികളെക്കുറിച്ചോ അതും ഇതും നാം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് പറയാൻ അവകാശമില്ല. ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് അവകാശമില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും പോട്ടെ ആശ്രമത്തിൽ വെച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്. നന്നായിട്ട് വെളുത്ത പെൺകുട്ടി, നന്നായിട്ട് കറുത്ത ചെറുപ്പക്കാരൻ. ഇവർ രണ്ടുപേരും സംസാരിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന സ്വീകരിച്ച് കടന്നുപോയപ്പോൾ ആശ്രമത്തിൽ മുറ്റമടിക്കുന്ന ഒരു സഹോദരി എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജോയിക്കുട്ടി, ഒരു ബോധമില്ലല്ലോ അവൾക്ക്. ഈ ചെറുക്കൻ കാണാനായിട്ട് വന്നപ്പോൾ അവളുടെ തലയെ കണ്ണില്ലായിരുന്നു, അവളൊന്ന് കാണേണ്ടതല്ലായിരുന്നു. എങ്ങനെ ഇവൻ്റെ കൂടെ ജീവിക്കും? എന്തായാലും അവർ ജോഡികളല്ല. ഈ സഹോദരിയുടെ കാഴ്ചപ്പാടിൽ അവർ ജോഡികളായി തോന്നുന്നില്ല. എന്നാൽ ഇവരെന്നോട് സംസാരിച്ച കാര്യം എന്താണ്? ഈ കറുത്ത ചെറുപ്പക്കാരൻ ഒരു വെളുത്ത പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വെളുത്ത പെൺകുട്ടി ഒരു കറുത്ത ചെറുക്കനെ കിട്ടാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. അവർ വളരെ സമാധാനമായി ജീവിക്കുന്നു. ദൈവമാണ് ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരു വ്യക്തിയെയും വിധിക്കാനോ വിമർശിക്കാനോ അവകാശമില്ല. പ്രത്യേകിച്ച് ദമ്പതികളുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ അവകാശമില്ല. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ പോലും, കൗൺസിലിങ്ങിൻ്റെ വേളയിൽ കൗൺസിലുകൾ, അതായത് ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ കടന്നു വരുമ്പോൾ ഒരു കൗൺസിലർ പോലും അവരുടെ ഉപദേശം അവർക്ക് കൊടുക്കരുത്. കൗൺസിലറിൻ്റെ ആശയങ്ങൾ ദമ്പതികളോട് പറഞ്ഞു കൊടുക്കരുത്. അവരെ കൊണ്ട് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം അവരുടേതാണ്. അവരാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ മാർഗമുള്ളൂ. അല്ല നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാൻ അവകാശമില്ല. ഞാനതങ്ങനെ പറയാനായിട്ട് കാരണം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ കൗൺസിലിങ്ങിൻ്റെ വേളയിൽ ഭാര്യയും ഭർത്താവും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്താ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഭർത്താവിൻ്റെ ഒരാഗ്രഹമാണ് രാവിലെ ഭാര്യ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തനിക്ക് കൊണ്ട് തരണം. എന്നാൽ 15 വർഷമായിട്ടും ചായ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടില്ല. അങ്ങനെ ചായ ഉണ്ടാക്കി കൊണ്ട് തരാത്ത ഈ ഭാര്യയോട് പറഞ്ഞ് മടുത്തിട്ട് ഭർത്താവ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനമന്ദിരത്തിൽ വെച്ച് കൗൺസിലർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ധ്യാനം കഴിഞ്ഞ് തന്നാൽ ചായ ഇട്ട് കൊടുക്കണം. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ചെന്നതിന് ശേഷം ചായ ഇട്ട് കൊടുത്തു. ഭർത്താവ് കട്ടിലേ കിടക്കുന്നു, ഭാര്യ ചായയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണ് തുറന്നു നോക്കിയ ഭർത്താവ് ചായ പിടിച്ചു നിൽക്കുന്ന ഭാര്യയെ കണ്ടു. ആ കട്ടിലേ കിടന്നിട്ട് എഴുന്നേറ്റ് ചായ മേടിക്കേണ്ടതിന് പകരം ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ആ ചായ കോപ്പയ്ക്കിട്ട് ഒരൊറ്റ തൊഴി വെച്ചു കൊടുത്തു. ചായയും കപ്പും അതാ തെറിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് ആ ഭർത്താവ് പറയുകയാണ്, നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ നിന്നോട് പറയുന്നതാണ് എനിക്കൊരു ചായ ഇട്ട് തരണമെന്ന്. നീ എനിക്കിട്ട് തന്നിട്ടില്ല. ഇന്നലെ നീ ധ്യാനത്തിന് പോയപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നീ അനുസരിച്ച് എനിക്ക് ചായ ഇട്ട് കൊണ്ട് തരികയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിനക്ക് പറ്റിയില്ല. ഇന്നലെ ഒരാൾ പറഞ്ഞപ്പോൾ നിനക്ക് കേൾക്കാൻ പറ്റുന്നു. നീ എൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അയാളുടെ കൂടെ പോയി ജീവിക്കുന്നതാണ്. അതൊരു ഈഗോ പ്രശ്നം കൂടിയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് ചായ ഇട്ട് തരാൻ തയ്യാറായല്ലോ, സ്വഭാവം മാറിയല്ലോ, ആ ദൈവദാസൻ്റെ വാക്കുകളാണല്ലോ എന്ന് കരുതിയ പ്രശ്നം തീർന്നു. എന്നാൽ ഇവിടുത്തെ ഈഗോ എന്താണ്? ഞാൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല, മറ്റൊരുത്തൻ പറഞ്ഞപ്പോൾ കേട്ടു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ദമ്പതികളെ കൈകാര്യം ചെയ്യാൻ.
പല ദമ്പതികളും അല്പനേരം സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പല കുടുംബങ്ങളും ഒന്ന് പരസ്പരം ഇരുന്നൊന്ന് സംസാരിക്കാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു. പക്ഷേ ഇരുന്നൊന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. സംസാരിക്കുമ്പോൾ വിജയിക്കാനുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പലരും പറയുന്നത്. ഭാര്യയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും സംസാരിച്ച് ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ കുടുംബം മുന്നോട്ട് പോവുകയില്ല. ഭർത്താവിൻ്റെ മുമ്പിൽ തോക്കുന്ന ഒരു ഭാര്യ, ഭാര്യയുടെ മുമ്പിൽ തോക്കുന്ന ഒരു ഭർത്താവ്, അങ്ങനെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ തോക്കാൻ തയ്യാറായാൽ കുടുംബജീവിതം വിജയിക്കും. ഇത് വിജയിക്കണം എന്നാഗ്രഹിക്കും തോറും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുടുംബമാണോ, ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായെന്ന് വരാം. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല കുടുംബം ഏത് കുടുംബമായിരിക്കും? അബ്രാഹത്തിൻ്റെയും സാറായുടെയും കുടുംബമുണ്ട്, തോബിയാസിൻ്റെയും സാറായുടെയും കുടുംബമുണ്ട്, എലിസബത്തിൻ്റെയും സക്രിയായുടെയും കുടുംബമുണ്ട്, മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും കുടുംബമുണ്ട്. അങ്ങനെ ധാരാളം കുടുംബങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ബൈബിളിലൂടെ കടന്നുപോയാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? മാനസമ്മതം കഴിഞ്ഞപ്പോഴേ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നു. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് തോന്നിയപ്പോൾ രഹസ്യത്തിൽ ഉപേക്ഷിച്ചു പോകാനായിട്ടാണ് യോസേപ്പ് ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടതുകൊണ്ടാണ് യോസേപ്പ് പോകാതിരിക്കുന്നത്. കാരണം ഉത്തരവില്ലാത്തൊരു പ്രശ്നമാണ്. യോസേപ്പ് നീതിമാനാണ്. നീതിമാനായ യോസേപ്പ് പിതാവിന് മറിയത്തെ മറ്റുള്ളവരെ കല്ലെറിയുന്നത് കാണാനായിട്ടൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല. അവളെങ്ങനെയാണ് ഗർഭിണിയായെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി അവളെ മറ്റുള്ളവരെ കല്ലെറിയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഞാനിവിടുന്ന് രാത്രി സ്ഥലം വിട്ട് കഴിഞ്ഞാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് ജലം പറയും. പക്ഷേ മറിയം അങ്ങനെ ചെയ്തതുകൊണ്ട് മറിയത്തെ സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മറിയം എങ്ങനെയാണ് ഗർഭം ധരിച്ചതെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് കിടന്നുറങ്ങുന്ന ജോസഫിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് ഇപ്രകാരം പറയുകയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. സംസാരിച്ച അതേ സമയം തന്നെ യോസേപ്പ് പിതാവിൻ്റെ കാഴ്ചപ്പാട് മാറി. യോസേപ്പ് പിതാവ് ആ ഭാര്യയെ സ്വീകരിക്കുകയാണ്. മറിയത്തെ പിന്നീട് എത്ര താല്പര്യത്തോടു കൂടിയാണ് യോസേപ്പ് കൊണ്ടു നടക്കുന്നത്. കഴുതപ്പുറത്തിരുത്തിയിട്ട് യോസേപ്പ് നടന്നൊക്കെ പോകുന്നതൊക്കെ ചില ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാര്യയെ സംരക്ഷിക്കുകയാണ്. നിറവയറുമായി മറിയത്തെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പേരെഴുതിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പോകുന്ന അവസരത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വീട്ടിലും പോയി മുട്ടുമ്പോൾ ആരും കതക് തുറന്നു കൊടുക്കുന്നില്ല. തുറന്നു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കതക് തുറന്നിക്കുമ്പോൾ ഗർഭിണിയായ സ്ത്രീയെയാണ് കാണുന്നത്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടും വിശ്വാസവും അനുസരിച്ച് ഒരു സ്ത്രീ കുടുംബത്തിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തേക്ക് അവർക്ക് പള്ളിയിലും പോകാൻ പറ്റുകയില്ല. ആ കുടുംബത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയില്ല. എന്തിനു വഴിയേ പോകുന്ന ഒരാളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ച് കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കണം എന്ന് അവർ കരുതിയിട്ടുണ്ടാവാം. എന്തായാലും സംഭവിച്ച കാര്യം എന്താണ്? ഓരോ സ്ഥലത്ത് പോയി മുട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ മറിയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മരിയ വാഴ്ത്താർത്തോടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. യേശു പിതാവ് എന്നോട് ചോദിക്കുക, മടുത്തോ, വിഷമിച്ചോ? സാരമില്ല. അപ്പോൾ യേശു പിതാവ് പറയും, നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടാനും എനിക്ക് താല്പര്യമാണ്. നിനക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടാനും എനിക്കിഷ്ടമാണ്. ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, ആഹാരം ഉണ്ടാക്കി മടുത്തോ? ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഭർത്താവിനോട് ചോദിക്കുക, ജോലി ചെയ്ത് മടുത്തോ? ആ കൈയൊക്കെ ഒന്ന് എടുത്ത്, ആ തഴമ്പുള്ള കൈയൊക്കെ കണ്ട്, അല്ലെങ്കിൽ അധ്വാനിച്ച് വരുന്ന ഭർത്താവ്, ഓഫീസിൽ നിന്ന് വരുന്ന ഭർത്താവ്, പറമ്പിൽ നിന്ന് വരുന്ന
ഭർത്താവ് വിഷമിച്ചോ, മടുത്തോ? സാരമില്ലടി, നിനക്കും പിള്ളേർക്കും വേണ്ടി അധ്വാനിക്കാൻ ആരോഗ്യം കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കത് മതി. പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതങ്ങൾ ക്രൈസ്തവ ജീവിതം. അതാ പ്രിയരെ, സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളൊക്കെ ത്യജിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. സഭയെയും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് കുടുംബജീവിതത്തെ പൗലോസ്ലീഹ വരച്ചു വച്ചിരിക്കുക. ക്രിസ്തുവിന് സഭയോടുള്ള ബന്ധം, ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു, അതുപോലെ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരുന്നത്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണ്ടേ? നാം ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പിന്നീട് അവർ രണ്ടല്ല ഒന്നാണ്, ഒറ്റ ശരീരമാണ്. ഒറ്റ ശരീരം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ദമ്പതികളുടെ ജീവിതത്തിൽ ഒരു തലയേ ഉള്ളൂ, അത് ഭർത്താവിൻ്റെ തലയാണ്. ഭർത്താവിന് തലയേ ഉള്ളൂ, ഉടലില്ല. ഉടൽ ഭാര്യയുടേതാണ്. അതുകൊണ്ട് ഹൃദയമുള്ളത് സ്ത്രീക്കാണ്, തലയുള്ളത് ഭർത്താവിനാണ്. അതുകൊണ്ട് ഈ തലയും ഉടലും ഒരുമിച്ച് അങ്ങോട്ട് നിന്നാൽ കാര്യങ്ങൾ ശരിയായി. ഭർത്താവിൻ്റെ വാരിയൽ എടുത്തപ്പോൾ അവിടെ ഒരു വിടവുണ്ടായിട്ടുണ്ട്. ആ വിടവ് അടയ്ക്കപ്പെടണമെങ്കിൽ ഭാര്യയെ ചേർത്ത് നിർത്തണം. അങ്ങനെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഭർത്താവുണ്ടെങ്കിൽ, ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ കുടുംബ സമാധാനത്തോടെ മുന്നോട്ട് പോകും. അതിന് സഹായിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ച ആ കാഴ്ചപ്പാട് സ്വന്തമാക്കുക എന്നതാണ്. സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്, അവസാനത്തുള്ള രക്തം വരെയും ചിന്തുന്ന കർത്താവ്, ഇതുപോലെ ജീവിത പങ്കാളിക്ക് വേണ്ടി രക്തം ചിന്തുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയാണ്. ദൈവം അതിനായി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നും നമ്മൾ ഒന്നായിട്ടിരിക്കണം. ദൈവം നമ്മളെ യോജിപ്പിച്ചിരിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് യോജിച്ച് തന്നെ ഇരിക്കേണ്ടതാണ്. അതൊരിക്കലും മാറിപ്പോകേണ്ടതല്ലത്, അതൊരിക്കലും പിരിഞ്ഞു പോകേണ്ടതല്ലത്. അതുകൊണ്ട് നിസ്സാര കാര്യത്തിന് ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, പാതിരാത്രിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കരിമീൻ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ പൊരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ ഭാര്യ പറയുകയാണ്, നാളെ പൊരിച്ചു തരാമെന്ന്. ഇപ്പോൾ എനിക്ക് വേണം, കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ് നിസ്സാര കാര്യത്തിന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കരിമീന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ഒരു വസ്ത്രത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടത്? ദൈവം തന്ന ജീവിത പങ്കാളിയെ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തിൽ ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പരിസേർ ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാരണത്താൽ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിനാൽ, പ്രിയ സഹോദര സഹോദരി, നീ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കരുത് എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കൃപ ഒഴുകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കരുണയുള്ള നല്ല ദൈവമേ, ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്, വിവാഹമോചനം ആഗ്രഹിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ചില കുടുംബങ്ങളിൽ പലരും ഇടപെട്ട് ദമ്പതികളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ദൈവമല്ലാതെ വേറെ ആരും വരരുത്. അമ്മായിപ്പനോ അമ്മായിമ്മയോ വരരുത്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സ്നേഹത്തിൽ കൂട്ടായ്മയിൽ വളരണം. അവരുടെ ഇടയിൽ വേറെ ആശയങ്ങളും ചിന്തകളും വരരുത്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളും ക്രിസ്തുവിൻ്റെ ചിന്തകളുമാണ് അവരെ ഭരിക്കേണ്ടത്. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്കും നിൻ്റെ കൃപയൊഴുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.